നമുക്കൊരു ബിസിനസ്സുകാരൻ എന്നതിലപ്പുറത്തോട്ട് പല രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് നമുക്ക് ഇന്ന് ഈവനിങ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. സർ, വളരെ സന്തോഷം. ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് നമുക്കൊരു നിറഞ്ഞ കയ്യടികളോടെ അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യാം. ശ്രീ സോഹൻ റോയ്, താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് ടു ഓൾ. സത്യം പറഞ്ഞാൽ ഇന്നിവിടെ വരാൻ സാധിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാര്യം 24 മണിക്കൂറിന് മുമ്പ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സി ജെ റോയ്, നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഞാനും എൻ്റെ വൈഫും ബാംഗ്ലൂർക്ക് പോവുകയുണ്ടായി. അവിടെ ചെന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളും അറ്റൻഡ് ചെയ്ത് വരണം എന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് എത്രയോ നാളായിട്ട് ഇതിൻ്റെ സംഘാടകർ ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചത് ഞാൻ ആലോചിക്കുന്നത്. അവിടെ നിൽക്കണോ ഇവിടെ വരണോ എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷനിലായിരുന്നു. നഷ്ടപ്പെട്ടവരെ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടത്തില്ല. പക്ഷേ വളർന്നു വരുന്നവർക്ക് അവരുടെ ഓർമ്മകളോ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളോ പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ അതിലും വലിയ ഒരു കാര്യമില്ല. അതാണ് നമ്മൾ വിട്ട് പിരിഞ്ഞവർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അവസാന ഒരു അർപ്പണം. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഏർലി മോർണിംഗ് തിരിച്ചെത്തിയത്. പലപ്പോഴും ഈ മീഡിയയിലൊക്കെ കാണുന്ന ന്യൂസുകൾ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരാറുണ്ട്. കാര്യം ശ്രീ സി ജെ റോയെ അത്ര അടുത്തറിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്നതാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഏതാണ്ട് 10 വർഷത്തിന് മുൻപാണ്. ഇൻഡിവുഡ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഞാൻ ഡിസൈൻ ചെയ്തത്. അതായത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒറ്റ ഇൻഡസ്ട്രി ആക്കി ഹോളിവുഡിന് മുകളിൽ കൊണ്ടുപോകുന്ന വലിയൊരു പ്രോജക്റ്റാണ്. രാമോജി ഫിലിം സിറ്റിയിൽ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രോജക്റ്റ് വിജയിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് എനർജി കൊടുക്കാൻ പറ്റുന്ന നല്ല ഇൻവെസ്റ്റേഴ്സിനെ വേണമായിരുന്നു. അപ്പം അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ ബില്യനേഴ്സിനെ, സിനിമയുമായി അടുത്ത് നിൽക്കുന്നവരെ അവിടെ കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഡിവുഡ് ബില്യനേഴ്സ് ക്ലബ്ബ് തുടങ്ങുന്നത്. അപ്പോൾ ഇൻഡിവുഡ് ബില്യനേഴ്സ് ക്ലബിൻ്റെ ആദ്യത്തെ ആ ഒരു ഒരുമയിൽ പങ്കെടുത്ത വ്യക്തിയാണ് സി ജെ റോയ്. അവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത്. ആ ഒരു പ്രോജക്റ്റിൻ്റെ, ആ ഒരു ഇൻഡിവുഡ് ബില്യനേഴ്സ് ക്ലബിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ $1 = $1. നമ്മൾക്കെല്ലാം അറിയാം, ഇന്ത്യൻ രൂപ ഇങ്ങനെ ഡോളറിനെതിരെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ എങ്ങനെ ഡോളറിനെയും രൂപയും കൂടെ ഒരുമിച്ച്, അതായത് 1:1 ആക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ വിഷൻ. അത് ഒരു ദിവസം കൊണ്ട് പറ്റില്ല. ഇപ്പോൾ സാധാരണ വിഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 20 ഇയറാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ അതിലൊരു 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിലെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം ഞങ്ങളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ഗവൺമെൻറ് വിചാരിച്ചാലല്ല നടക്കുന്നത്. അത് ഇന്ത്യക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി വിചാരിക്കണം. അല്ലാതെ മറ്റ് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. അത് ബില്യനേഴ്സിൽ നിന്ന് തുടങ്ങുന്നു, മില്യനേഴ്സിലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ആ ബില്യനേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കുക, അവരിലൂടെ മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ പോകുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്തത് ഈ ബില്യനർ എന്നുള്ള കൺസെപ്റ്റിനെ റീഡിഫൈൻ ചെയ്തു. ഡോളറിന് രൂപ ഇക്വലൻ്റ് ആണെങ്കിൽ ബില്യനർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബില്യനർ, ദാറ്റ് ഈസ് 100 കോടി രൂപയുള്ള ഒരു ബില്യനർ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 32,000 ബില്യനേഴ്സ് ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇനി മില്യനേഴ്സ്, ഇപ്പോൾ ഗ്ലോബൽ മില്യനേഴ്സ്, അതായത് ഒരു മില്യനർ എന്ന് പറഞ്ഞാൽ $1 million എന്നാണ് ഇന്ന് നമ്മൾ കരുതുന്നത്. അങ്ങനെയുള്ളവർ ഏകദേശം 1 മില്യൺ അടുപ്പിച്ചിട്ടുണ്ട്, ഏതാണ്ട് 9 ലക്ഷം അടുപ്പിച്ചിട്ടുണ്ട് ഇന്ന്. അപ്പം ഞങ്ങളുടെ ആ ഒരു വിഷനിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ മൊത്തം ഏരിയ, അതായത് 3.2 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സാണ് ഇന്ത്യയിൽ. അപ്പോൾ അതിലൊരു 70% ആൾക്കാരും താമസിക്കുന്ന ഒരു 30% ഏരിയയിലാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി നോക്കുമ്പോൾ 1 മില്യണറുടെ റെസ്പോൺസിബിലിറ്റിയാണ് 1 സ്ക്വയർ കിലോമീറ്ററിനെ നോക്കുക, അവിടുത്തെ ആൾക്കാരെ നോക്കുക, അല്ലെങ്കിൽ ആ ലാൻഡിനെ നോക്കുക, അതിനെ ഡെവലപ്പ് ചെയ്യുക. ഈ ഒരു സിമ്പിൾ കൺസെപ്റ്റാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ എക്കണോമിക് ഡ്രെയിൻ ഹോൾസ്, ഇപ്പോൾ ഏതാണ്ട് എക്സ്പോർട്ടിൻ്റെ 3 times ആണ് ഇമ്പോർട്ട്. അത് മാറ്റി ആ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറേ വിഷൻസ് ഉണ്ട്. ഇതാണ് ഓരോരുത്തർ ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ വ്യക്തിയാണ് ശ്രീ സി ജെ റോയ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. കാര്യം ഈ കഴിഞ്ഞ ഇത്രയും നാളിനിടെ അദ്ദേഹം ചെയ്തത് ഏതാണ്ട് 200 ബിഗ് പ്രോജക്ട്സ്, ഏതാണ്ട് 20,000 യൂണിറ്റ്സ് അദ്ദേഹം ഡെലിവറി ചെയ്ത്. അതിൽ അദ്ദേഹം ചെയ്തേക്കുന്നത് മൊത്തം എല്ലാ പ്രോജക്ട്സും നിങ്ങൾക്ക് തന്നെ അറിയാം,
കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മിക്കവാറും എല്ലാ പ്രോജക്ട്സും വളരെ എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന എല്ലാ ഇന്ത്യൻ പ്രോഡക്ട്സാണ് മിക്കവാറും എല്ലാം ഉപയോഗിച്ചേക്കുന്നത്, അല്ല ഫോറിൻ പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ടല്ല. അതാണ് നമ്മുടെ വിഷൻ തന്നെ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ചെയ്തേക്കുന്ന പ്രോജക്ട്സിൽ ഇതിനകത്ത് ഏറ്റവും വലിയ ബെനിഫിഷ്യറി, അത് ഉപയോഗിക്കുന്നവർക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കിട്ടുന്നത് മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ഇന്ത്യൻ ഗവൺമെൻറ് തന്നെയാണ്. അപ്പം അത് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തണമെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇതിൽ ഇവിടെ ഇരിക്കുന്ന പലരും കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു 30% നമ്മൾ ചിലവഴിക്കുന്നത് നമ്മളുടെ ഒരു അക്കോമഡേഷന് വേണ്ടിയാണ്. അപ്പോൾ അതിൽ ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 1 കോടി രൂപയുടെ ഒരു അക്കോമഡേഷൻ നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ എക്കണോമിക്സ് നോക്കിയാൽ ഈ 1 കോടി അത് നിർമ്മിക്കുവാനും അത് വിൽക്കുമ്പോഴും ഇന്ത്യൻ ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനം, ഇതിൽ 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാത്ത ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനം ഇതിൻ്റെ 30%. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒരു AI ടൂൾ, ChatGPT മറ്റോ ഉപയോഗിച്ച് ചോദിക്കുക, 1 കോടിയുടെ ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് സെയിൽസ് നടക്കുമ്പോൾ ഒരു പ്രോജക്റ്റിൽ നിന്നും ഗവൺമെൻറ്റിന് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ 30% അടുപ്പിച്ചാണ്. 30% മുകളിലും കിട്ടും ചിലപ്പോൾ. അതേസമയം ഇതിൽ ഹാർഡ് ഏൺ മണിയായിട്ടോ കടമെടുത്ത് ഒക്കെ ചെയ്യുന്ന ഇതിൻ്റെ ഒരു ബിൽഡർക്ക് ഇതിൻ്റെ സെയിൽസ് കഴിയുമ്പോൾ കിട്ടുന്നത് അറൗണ്ട് 10 to 15% മാക്സിമം. ഓൺ ആൻ ആവറേജ് യു ടേക്ക് അറൗണ്ട് 12% അടുപ്പിച്ചിട്ട് പ്രതീക്ഷിക്കുക. ഈ 12% കിട്ടണമെങ്കിൽ പോലും അവിടെയാണ് വി ആർ ലിവിങ് ഇൻ എ കറപ്റ്റഡ് വേൾഡ്. കറപ്ഷൻ ഇല്ലാതെ ഒന്നുമില്ല. അവർക്ക് ഓരോ മേഖലയിലും അപ്രൂവൽ കിട്ടി വരണമെങ്കിൽ ഇതിനകത്ത് കറപ്ഷൻ്റെ ഭാഗമായേ പറ്റൂ, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇതൊരു നഗ്നമായ യാഥാർത്ഥ്യമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ഓരോ ഗവൺമെൻറ് മേഖലയിലും നമ്മളുടെ ടാക്സ് പേയേഴ്സ് കൊടുക്കുന്ന പണത്തിന് അവിടെ ശമ്പളം വാങ്ങിയിരിക്കുന്ന ഓരോരുത്തരും കറപ്ഷൻ നടത്തുന്നു. ജനസേവകരെന്ന് പറയുന്നവർ കറപ്ഷൻ നടത്തുന്നു. ഇവരെല്ലാം കൂടി വീണ്ടും ഇവരിൽ നിന്ന് പണമെടുക്കുന്നു. ഇതൊന്നും എങ്ങും അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ അക്കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ ബാലൻസ് ചെയ്യുന്നത് ബുക്സിനകത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സിലൂടെയാണ്. ഇതാണ് പിന്നീട് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വന്നിട്ട് നമ്മളെ കയറി ക്ലച്ചസ് ഇടുന്നത്. അവർക്കറിയാം ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും ചെയ്യും, ഇത് പിടിക്കാനുള്ളത് അറിയാം. ഇങ്ങനെ അവസാനം ഇതിൽ പെടുന്ന ഓരോരുത്തരും അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ പോയി പെടുകയാണ്. മറ്റു മാർഗമൊന്നുമില്ല. ഇതാണ് ബിസിനസ് ചെയ്യുന്ന ഓരോരുത്തരുടെയും അവസ്ഥ. നിങ്ങൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇന്ത്യ വിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക, ഇല്ലെങ്കിൽ ഇത് പ്രതീക്ഷ നാളെ എൻ്റെ മുന്നിൽ ഒരു കയറ് വരാം എന്ന് പ്രതീക്ഷ നിൽക്കുക. ഇത് ഇന്നൊരു CJ റോയ് ആണെങ്കിൽ നാളെ മറ്റൊരാൾ ഇതിന് വിക്ടിമായേ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ തിരിച്ചറിയുക, ഇത് ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ നമുക്കിത് മാറ്റാൻ പറ്റില്ല, നമ്മളിതിൻ്റെ ഭാഗമായി പോയി. പക്ഷേ ഞങ്ങളുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും രക്ഷപ്പെടുത്തും, എവിടേക്കെങ്കിലും കൊണ്ടുപോകും. പക്ഷേ അവിടേക്ക് നമ്മളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് ഇൻഡിവിജ്വൽ വിഷനായ $1 = 1 rupee. അപ്പോൾ ഓരോ ബില്യണർ ലെവലിൽ എത്തിയേക്കുന്നവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇന്ന് മില്യണറായവരെ ബില്യണിലേക്ക് കൊണ്ടുവരിക. കാര്യം വലിയ വലിയ പ്രോജക്ട്സ് ബില്യനേഴ്സിലേക്ക് എത്തുന്നു, അത് അടുത്ത ലെവലിലേക്ക് വരുന്നു. മില്യനേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ് അടുത്ത ലെവലിനെ മുകളിലേക്ക് കൊണ്ടുവരിക. പക്ഷേ ഇന്ന് എൻ്റെ ജോബ് ഇതൊന്നും അല്ല പറയേണ്ടത്. ഇന്ന് എൻ്റെ ജോബ് നിങ്ങളെ എങ്ങനെ നിങ്ങളുടെ മേഖലയിൽ നമ്പർ 1 ആക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറൊന്നുമല്ല. എനിക്ക് ആകെ പറയാൻ പറ്റുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമാണ്. ഞാനിപ്പം ബിസിനസ് തുടങ്ങിയിട്ട് 28 വർഷമായി. അതിനു മുമ്പ് തന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ സ്വന്തമായിട്ട് ചില ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തിട്ടാണ് പഠിച്ചത്. വീട്ടുകാരിൽ നിന്ന് പണം എടുത്തല്ല ഞാൻ പഠിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 33 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല വഴികൾ തുറന്നു കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സായാഹ്നത്തിൽ ഇവിടെ നമ്മൾ ഈ ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് കരുതട്ടെ. ഇന്ന് ഞങ്ങളുടെ സ്ഥാപനം ഏതാണ്ട് 30 രാജ്യങ്ങളിലായിട്ട് 80-ലേറെ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. 4000-ലേറെ എംപ്ലോയീസ് ഉണ്ട്. ഞങ്ങളേതാണ്ട് 6 മേഖലയിൽ വേൾഡ് നമ്പർ 1 ആണ്. മിഡിൽ ഈസ്റ്റിൽ ഏതാണ്ട് 32-ലേറെ മേഖലകളിൽ നമ്പർ 1 ആണ്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒരൊറ്റ റൂട്ടിലാണ്. ഞങ്ങളുടെ ഒരു സീക്രട്ട് വെപ്പൺ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത സാധനമാണ്, ഒരു
ടൂളാണ്. ഒരു 14 വർഷത്തിലേറെയായി എഫിസം എന്ന് പറയും, എഫിഷ്യൻസി ഇംപ്രൂവ്മെൻറ്റ് സിസ്റ്റം മാനേജ്മെൻറ്റ്. സാധാരണ ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത് ISO സിസ്റ്റത്തിലാണ്. ISO ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എഫിസത്തിൻ്റെ കീഴിൽ ഏതാണ്ട് 100ഓളം മാനേജ്മെൻറ്റ് സിസ്റ്റമുണ്ട്. അതിലൊന്നാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. പക്ഷേ ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് പറയാം. നിങ്ങൾ ഇന്ന് എല്ലാവരും പ്രവർത്തിക്കുന്ന ഒരു സർട്ടൺ എഫിഷ്യൻസിലാണ്. ഈ എഫിഷ്യൻസി എങ്ങനെ മെഷർ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഈ ടൂളില്ല, പക്ഷേ ഞങ്ങളുടെ ഈ ടൂളുണ്ട്. ഞങ്ങളൊരു 10-200 പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഓരോ എംപ്ലോയീസിൻ്റെയും എഫിഷ്യൻസി മെഷർ ചെയ്യാനുള്ള ടൂൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത് ഈ എഫിഷ്യൻസി എന്ന് പറയുന്നതാണ് നമ്മളുടെ വളർച്ചയെല്ലാം തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് മറ്റ് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. നിങ്ങൾ നാളെ 1ാം നമ്പർ ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ മറ്റ് ഷോർട്ട് കട്ടൊന്നുമില്ല. ലോട്ടറി ടിക്കറ്റ് എടുത്താലൊന്നും നിങ്ങളൊരു വണ്ണിലാവില്ല. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ്. നിങ്ങളിനി ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, 1,00,000 പേരോടൊപ്പം വർക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, നിങ്ങളും നിങ്ങളോടൊപ്പമുള്ളവരുടെയും എഫിഷ്യൻസി ഓരോ ദിവസവും കൂടുന്നതനുസരിച്ചാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ച, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ പ്രോഫിറ്റ് എല്ലാം ഇതിന് പ്രൊപ്പോർഷണലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇന്ന് എനിക്ക് കിട്ടുന്ന ഈ കുറച്ച് സമയത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എങ്കിലും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, സമയം എന്ന് പറയുന്ന ഒന്നിനെ നമ്മൾ ആരാധിക്കുവാൻ തുടങ്ങണം. നിങ്ങളെല്ലാവരും പല ജാതിയിലും മതത്തിലുമൊക്കെ ഉള്ളവരാണ്. നിങ്ങൾ പല ഈശ്വരന്മാരെയും ആരാധിക്കുന്നവരാണ്. പക്ഷേ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മുടെ മുന്നിൽ ആരാധിക്കുവാൻ ഒന്ന് മാത്രമേ പാടുള്ളൂ, അത് സമയമാണ്. നമ്മുടെ മുന്നിൽ ഒരു ആരാധനാ വിഗ്രഹം മാത്രമേ പാടുള്ളൂ, അത് ക്ലോക്സ് ആയിരിക്കണം. കാര്യം നമ്മളുടെ ഓരോ സ്ഥാപനത്തിൻ്റെയും വിജയം സമയത്തിനെ ആശ്രയിച്ചിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തിലൊരു ഈശ്വരനുണ്ടെങ്കിൽ അത് എല്ലാവർക്കും തുല്യനായിരിക്കണം. അങ്ങനെ ഒന്നേ ഉള്ളൂ, അത് സമയം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കും എനിക്കും ഉള്ളത് 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു, ഈ 24 മണിക്കൂറും നിങ്ങളുടെ തൊഴിലിന് വേണ്ടി കളയണം എന്നുള്ളതല്ല. നിങ്ങൾ എഫിഷ്യൻ്റായിട്ട് മാറണമെങ്കിൽ ആയുർവേദത്തിൽ എപ്പോഴും പറയും, ആരോഗ്യമുള്ളൊരു ശരീരത്തിന് വാത പിത്ത കഫ ബാലൻസ് ചെയ്യണമെന്ന് പറയും. അതുപോലെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിങ്ങളുടെ സമയത്തിന് 24 മണിക്കൂറിന് നിങ്ങൾ 3 കാര്യങ്ങൾക്ക് ഈക്വലായിട്ട് ചിലവഴിക്കണം. അത് മൈൻഡ്, ബോഡി ആൻഡ് കർമ്മ. ഇത് 3 ബാലൻസ് ആവുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി 8 മണിക്കൂർ, അതായത് ഉറക്കം, എക്സസൈസ്, ഇതിനെല്ലാമായിട്ട് 8 മണിക്കൂർ പോകും. 8 മണിക്കൂർ നിങ്ങൾ കർമ്മ, നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്യുന്നു അതിനു വേണ്ടി 8 മണിക്കൂർ ചിലവഴിച്ചാൽ ഒരു മാസം 240 മണിക്കൂർ കിട്ടും. അത് നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്ന സമയം കൂടി ചേർത്ത് വേണം കണക്കാക്കാൻ. ഇനിയുള്ളത് 8 മണിക്കൂർ നിങ്ങളുടെ മൈൻഡിന് വേണ്ടി നിങ്ങൾക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അൾട്ടിമേറ്റ് ഗോളായിട്ട് ഞങ്ങൾ എപ്പോഴും കരുതുന്നത് ഹാപ്പിനെസ്സാണ്. അതിനകത്ത് മെയിനായിട്ട് കിട്ടുന്നത് 8 hours ഫോർ ഹാപ്പിനെസ്, അതിന് കിട്ടും. അതേസമയം തൊഴിലും ഹാപ്പിനെസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ജോബ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പറയുന്നത് കിട്ടണമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമ്മുടെ ടാലൻറ്റിനും പാഷനുമായിട്ട് ബാലൻസ് ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാവരും നമ്മുടെ കരിയർ ഡിസൈനിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം അതാണ്. ഇവിടെ ഇരിക്കുന്ന 98% ആൾക്കാരും, ഇൻക്ലൂഡിങ് മീ, ഇതിൻ്റെ എല്ലാം വിക്ടിമാണ്. നമ്മളേതാണ്ട് 20 വർഷക്കാലം നമ്മുടെ ലൈഫിൽ പഠിച്ചത്, അക്കാഡമിക്സിൽ പഠിച്ചത്, 3 വയസ്സ് തൊട്ട് 23 വയസ്സ് വരെ പഠിച്ചത് സത്യം പറഞ്ഞാൽ മൊത്തം വേസ്റ്റാണ്. ഡോക്ടറാവാൻ പോകുന്ന ഒരു സൈൻ തീറ്റയും കോഴ്സേറ്റയും പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇന്ന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഇൻഡസ്ട്രി നിങ്ങളെ പഠിപ്പിച്ചതാണ്. നമ്മൾ ചെയ്ത തെറ്റ് ഇനി അടുത്ത തലമുറയെ ചെയ്യാതിരിക്കാനുള്ള പ്രവർത്തനമെങ്കിലും നമ്മൾ തുടങ്ങണം. ഇല്ലെങ്കിൽ അത് അടുത്ത ഒരു ദുരന്തമാണ്. എങ്കിലും നമ്മുടെ കരിയർ ഡിസൈൻ അവിടെ അവസാനിക്കുന്നില്ല. നമ്മളൊരു തൊഴിൽ മേഖലയിൽ വന്ന് നമ്മൾ എത്തിപ്പെട്ടു. പക്ഷേ അവിടെ നിന്നുകൊണ്ട് അടുത്ത ഒരു 20 വർഷം എങ്ങനെ നമ്മുടെ കരിയറിനെ ഡിസൈൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നിടത്തു നിന്നാണ് ആദ്യത്തെ മാറ്റം തുടങ്ങുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഓഫീസ് ബോയ് തൊട്ട് ഞാനടക്കം ഒരു വർഷം 50 മണിക്കൂർ നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്തേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ഒരു മാസം ഞാൻ ചെയ്തത് 20 മണിക്കൂർ ട്രെയിനിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ US നിന്ന് എനിക്കൊരു ട്രെയിനർ ഉണ്ടായിരുന്നു. 20 മണിക്കൂർ ഇത്രയും തിരക്കിനിടയിൽ ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഡൗൺ ലൈനെ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ്
ഓരോരുത്തരും അപ്പം സ്കിൽ അപ്ഗ്രേഡേഷന് വേണ്ടി നിർബന്ധമായിട്ടും 50 മണിക്കൂർ മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ലെസൺ നമ്പർ 1 എന്ന് പറയുന്നത് പങ്ക്ച്വാലിറ്റി. 8 hours എന്ന് പറഞ്ഞാൽ 7 hours 59 minutes 60 seconds എന്ന് നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നോ അവിടെ നിന്നാണ് നിങ്ങളുടെ മാറ്റം തുടങ്ങുന്നത്. അപ്പം നാളെ മുതൽ നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നവരെ ആ തുടക്കം കുറിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഡൗൺലൈനും നാളെ മുതൽ പങ്ക്ച്വാലിറ്റിയിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. അവിടെ നിന്നാണ് മാറ്റത്തിൻ്റെ തുടക്കം. ഇങ്ങനെ ഒരു 200ഓളം കാര്യങ്ങൾ മാറ്റണം. ഇത് മാറണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ മാറാൻ പറ്റത്തില്ല. ഏതാണ്ട് നമ്മളുടെ ഒരു ക്യാരക്ടർ ഡെഫിഷ്യൻസി നമുക്ക് മാറ്റണമെങ്കിൽ 21 ദിവസം അത് തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് മാറ്റാൻ പറ്റൂ എന്നുള്ളതാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. ഒരു മാസം സാധാരണ 21 വർക്കിംഗ് ഡേയ്സ് നമുക്ക് കിട്ടും. ഇത് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിർബന്ധമാക്കിയാൽ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ തുടങ്ങിയത് അങ്ങനെയാണ്. ആദ്യത്തെ ഇംപ്ലിമെൻറ്റേഷൻ ഇതായിരുന്നു പങ്ക്ച്വാലിറ്റി. ഇത് തുടങ്ങിയെടുത്തു നിന്നാണ് ഞങ്ങളുടെ മാറ്റം തുടങ്ങുന്നത്. 14 വർഷത്തിന് മുമ്പ് തുടങ്ങിയ ആദ്യത്തെ പാഠമായിരുന്നു. ഇതൊരു മാസം കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. പിന്നെ എവിടെ ചെല്ലുമ്പോഴും നമ്മൾ കൃത്യസമയത്ത് അവിടെ ഉണ്ടാവും. ഇത് നമ്മളുടെ ഓരോ പ്രവർത്തനത്തിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യും. ഇത് ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒരാളെങ്കിലും മാറിയാൽ ഇന്ന് ഞാൻ ഇവിടെ വന്നതിന് ഒരു ഫലമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഇത് നാളെ മുതൽ തുടങ്ങും. ഇത് നിങ്ങൾ മാത്രമല്ല, അടുത്ത തലമുറയിലേക്കും കൊടുക്കേണ്ട കാര്യമാണ്. സമയത്തിനെ അത്രയ്ക്ക് റെസ്പെക്റ്റ് ചെയ്യുക. എവിടെയൊക്കെ ക്ലോക്ക്സ് വെക്കാവോ അതൊക്കെ വെക്കുക. മനസ്സിനുള്ളിലും ആ ക്ലോക്കിനെ വെക്കുക, അതിനെ ആരാധിക്കുക. നമുക്ക് എല്ലാവർക്കും നാളെ ഒരു ജാതി ഒരു മതം എന്ന് ഒരു ചിന്ത വരുന്നെങ്കിൽ അത് സമയത്തിനെ ആരാധിച്ചുകൊണ്ട് തുടങ്ങുക. ഇനി ഈ എഫീസത്തിനകത്ത് അടുത്ത ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറഞ്ഞാൽ 1:1:1. 1 ഫോർ ബോഡി, 1 ഫോർ മൈൻഡ്, 1 ഫോർ കർമ്മ. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം, നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, നമുക്കിതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ നമ്മളുടെ ശരീരം നമുക്ക് താങ്ങായിട്ട് നിർത്തണം. ഇതാണ് പലപ്പോഴും ബിസിനസ്സിലേക്ക് പോകുന്നവരെല്ലാവരും മറന്നു പോകുന്നത്. നമ്മുടെ ഹെൽത്തിനെ നമ്മൾ നോക്കാതെ പോകും. അവിടെയാണ് നമ്മുടെ പരാജയം തുടങ്ങുന്നത്. എല്ലാ കമ്പനികളിലും നോക്കിയാൽ, നിങ്ങളുടെ സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് ബില്ല് ഓരോ വർഷവും കൂടി വരുന്ന കാണാം. നമ്മളുടെ ഇൻഷുറൻസ് സിസ്റ്റം എല്ലാം അങ്ങനെയാണ്. നമ്മളുടെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ വലിക്കാനുള്ള സംവിധാനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ഇൻഡസ്ട്രി മൊത്തം അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഓരോ വർഷവും ഹെൽത്ത് ബില്ല് കുറഞ്ഞു വരിക. അങ്ങനെയാണ് ഈ എഫീസത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു സുപ്രഭാതത്തിൽ ചെയ്യാൻ പറ്റില്ല. ഇതൊരു നീണ്ട പ്രവർത്തനമാണ്. നമ്മുടെ ജീവിതചര്യ മൊത്തം മാറ്റിയിട്ട് ഓരോ എംപ്ലോയിയും മെഡിസിൻ ഇല്ലാതെ എങ്ങനെ ജീവിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോകണം. ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ നേരെ പോയി കിട്ടുന്ന ഹോസ്പിറ്റലിലെല്ലാം കയറി മരുന്ന് വാങ്ങി കഴിക്കുക എന്നുള്ളതല്ല. നമ്മൾ ദിവസവും 1-2 മണിക്കൂർ ശരീരത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് വെള്ളം കുടിക്കണം, ഉറങ്ങണം, നടക്കണം, എക്സസൈസ് ചെയ്യണം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം. ഇങ്ങനെ ചെയ്ത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ മെഡിസിനിൽ നിന്ന് മാറും. നമ്മളുടെ ആഹാരമാണ് നമ്മളുടെ ഏറ്റവും വലിയ മെഡിസിൻ എന്ന് തിരിച്ചറിയുന്നിടത്തു നിന്നാണ് നമ്മുടെ മാറ്റം തുടങ്ങുന്നത്. ഇത് ഞാനിവിടെ ഇരുന്നുകൊണ്ട് വെറുതെ പറയാമെന്ന് കരുതരുത്. നമ്മുടെ UAE ഏറ്റവും വലിയ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, ഹെൽത്ത് ചലഞ്ച് എന്ന് പറയുന്നത്, ഇത്തവണ നടന്നത് ദുബായ് ഹെൽത്ത് ചലഞ്ച് 30 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരമാണ്. ഇവിടുത്തെ എല്ലാ മേജർ കമ്പനികളും പങ്കെടുക്കുന്നതാണ്. ഇത്തവണ ഞങ്ങളും അത് ആദ്യമായിട്ടാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത്. യു വോണ്ട് ബിലീവ്, 10ാമത്തെ ദിവസം, കാര്യം ഞങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാവരും 1800 പേര് UAE വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 1800 പേരും ഇത് ഫോളോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ റിഫ്ലക്ഷനായിരുന്നു. 10ാമത്തെ ദിവസം ഞങ്ങൾ ഇവിടുത്തെ ഇത്രയും വർഷങ്ങളായി പങ്കെടുക്കുന്ന എല്ലാ കമ്പനികളെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നിലെത്തി. പിന്നീട് ഞങ്ങൾക്ക് തിരിച്ചു നോക്കേണ്ടി വന്നില്ല. ആ ചലഞ്ചിൽ വിൻ ചെയ്ത് ഞങ്ങളാണ്. ഇതിന് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ജീവിതചര്യ ഞങ്ങൾ മാറ്റിയതുകൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഞങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് ഇന്ത്യക്കാരാണ് 90%, അതിൽ ബഹുഭൂരിപക്ഷവും മലയാളികളാണ്. പക്ഷേ ഇത് തീരുമാനിക്കുന്നത് തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മുകളിലിരിക്കുന്നതാണ്. നിങ്ങൾ തീരുമാനിക്കണം, എൻ്റെ സ്ഥാപനത്തിൽ നാളെ ഇത് വരണം, അടുത്ത വർഷത്തെ ഹെൽത്ത് ചലഞ്ചിൽ ഞാനും പങ്കെടുക്കണം, എൻ്റെ എംപ്ലോയീസ് ഇതുപോലെ മാറണമെന്ന് തീരുമാനിക്കുന്നിടത്താണ് നിങ്ങൾ മാറുന്നത്. ഓർഗൻ ഡൊണേഷനിൽ വേൾഡ് റെക്കോർഡ് ഇട്ടേക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുള്ളത്. പക്ഷേ ഈ വേൾഡ് റെക്കോർഡ് ഇടണമെങ്കിൽ ആദ്യം ഓർഗൻസ് നന്നായിരിക്കണം. ഓർഗൻസ് നന്നാവണമെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ഹാബിറ്റ്സൊക്കെ മാറ്റിയിട്ട് വരുമ്പോഴേ നിങ്ങൾക്ക് ഈ ഓർഗൻ ഡൊണേഷന് വേണ്ടി ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇതുപോലുള്ള കുറേ ചിട്ടയായ നീക്കങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾ അറിയാതെ ആ ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടും. ഈ വേൾഡ് നമ്പർ 1 ഞങ്ങളായിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സുപ്രഭാതം കൊണ്ട് ആയതേക്കുന്നതല്ല. ഇങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെ ഓരോ സ്റ്റെപ്പും ഞങ്ങൾ എടുക്കുന്നതും ഓരോ മാറ്റത്തിലേക്ക് കൊണ്ടുപോയി വരുന്നതാണ്. ഇത് ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല. തീർച്ചയായിട്ടും ഇന്ന് ഇവിടുന്ന് എനിക്ക് FSM മുഴുവൻ പഠിപ്പിക്കാൻ പറ്റില്ല. ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ പറയുക. തീർച്ചയായിട്ടും ഞങ്ങളിതിൻ്റെ ഗൈഡ് ലൈൻ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്.
അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് നമ്മളുടെ ഇന്നലെയേക്കാളും മികച്ചതായിട്ട് മാറണം. അതിനുവേണ്ടി ഹാപ്പിനെസ്, അപ്പം നമ്മളുടെ ലൈഫിൻ്റെ ഗോൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് ഹാപ്പിനെസ് ആണ്. അപ്പം ലൈഫ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഡേയ്സ് എന്ന് വരുന്നിടത്തു നിന്നാണ് ഈ മാറ്റം തുടങ്ങുന്നത്. അപ്പം ഓരോ ദിവസവും നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റില്ലെങ്കിൽ ലൈഫ് ഹാപ്പി ആവില്ല. ഈ ഓരോ ദിവസവും ഹാപ്പി ആവണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഹാപ്പി ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഇപ്പം ഒരാൾ മരിക്കുന്നതിന് മുമ്പ് പറയും ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ട് മരിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെല്ലാം സാധിച്ചു കഴിയുമ്പോഴാണ് അയാൾ മരിക്കുന്നത്, അങ്ങനെ ഒരു ഹാപ്പി സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ടാർഗറ്റ്സ് സെറ്റ് ചെയ്യണം. ഞാൻ ബേസിക്കലി ഒരു ഷിപ്പ് ഡിസൈനറാണ്. ഞാനൊരു ഷിപ്പ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കുക, എന്തൊക്കെയാണ് അത് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ ഷിപ്പ് അതുപോലെയാവും. അതുപോലെ തന്നെയാണ് ഞാൻ ഫിലിം ഡയറക്ടറാണ്. ഞാൻ ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ തിരക്കഥ എഴുതും. ആ തിരക്കഥ എഴുതി അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ തിരക്കഥയാണ് പിന്നെ സിനിമയായിട്ട് മാറുന്നത്. ഇതുപോലെയാണ് ലൈഫിനൊരു തിരക്കഥ ഉണ്ടാവണം. കൃത്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് തിരക്കഥ ഉണ്ടാവണം. ഇതാണ് പലർക്കും ഇല്ലാതെ പോകുന്നത്. നമ്മൾ രാവിലെ എണീക്കുന്നു, എങ്ങനെയൊക്കെയോ ജീവിതം, അതായത് ആ ഒഴുക്കിനനുസരിച്ച് ജീവിക്കുകയാണ്. അത് മാറിയിട്ട് കൃത്യമായിട്ടുള്ള വിഷൻസോടുകൂടി നമ്മൾ എത്ര മുന്നിലേക്ക് കാണാൻ പറ്റുന്നു അവിടെയാണ് നമ്മളുടെ വിജയം ഇരിക്കുന്നത്. സാധാരണ നമ്മുടെ ജീവിതത്തിനെ 3 വിഷൻസായിട്ട് കാണുക. 3 വയസ്സ് തൊട്ട് 23 വയസ്സുള്ള അക്കാഡമിക് വിഷൻ, അത് കഴിഞ്ഞിട്ടുള്ള 23 തൊട്ട് 40, ഒരു അടുത്ത 20 ഇയേഴ്സ് നമ്മുടെ പ്രൊഫഷണൽ വിഷനായിട്ടാക്കുക. അത് കഴിഞ്ഞിട്ടുള്ള 20 ഇയേഴ്സ് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണ്. യു ബിക്കം എ മെൻറ്റർ. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് ശേഷമാണ് നിങ്ങൾ റിട്ടയർമെൻറ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 20 വർഷത്തെ വിഷൻ നിങ്ങൾ കൃത്യമായിട്ട് 20 വർഷത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അത് നിങ്ങൾ 5 ഇയർ ടാർഗറ്റ്സ് ആയിട്ട് മാറ്റുക. 5 വർഷം കൊണ്ട് നമ്മൾ നേടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളൊരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എടുക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് പറ്റില്ല. അതൊരു 5 ഇയർ വിഷനകത്ത് നിങ്ങൾ കയറ്റിയാലേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കണം, 5 വർഷം കൊണ്ട് പഠിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ 5 ഇയർ പ്ലാൻസിനകത്ത് ഇടുക. നിങ്ങൾക്ക് ഒരു ബോയിങ് പൈലറ്റ് ആവണമെങ്കിൽ 1500 മണിക്കൂർ ട്രെയിനിങ് മതി. 5 ഇയർ വിഷനകത്ത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ബോയിങ് പൈലറ്റ് ആവും. പക്ഷേ അക്കാഡമിക്സിൽ 50,000 മണിക്കൂർ പഠിച്ചിട്ടും നമുക്ക് ബോയിങ് പൈലറ്റ് പോയിട്ട് ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പോലുള്ള കഴിവ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുക. ഇതെല്ലാം ഇൻഡസ്ട്രി വന്നിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. നമ്മളത് കഴിഞ്ഞു. ഓൾറെഡി അക്കാഡമിക് ആ ചാപ്റ്റർ ഈസ് ഗോൺ. നമുക്ക് ആകെ ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്ത തലമുറയെ മാറ്റാൻ പറ്റും. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഓരോ എംപ്ലോയിയുടെയും കുട്ടികളുടെ കരിയർ ഡിസൈൻ ഞങ്ങൾ നേരിട്ട് ചെയ്യുന്നത്. ഞാൻ ഐ ആം ദ മെൻറ്റർ. എല്ലാ മാസവും ഞാൻ ഈ കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു മാസത്തേക്കുള്ള ടാർഗറ്റ്സ് കൊടുക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. അവരിൽ വന്നൊരു മാറ്റം, നമ്മളാരും ചെയ്യാതെ പോകുന്ന കാര്യം. നമ്മൾ ജീവിതത്തിൽ നമ്മൾ 1 മണിക്കൂർ പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവണം. നമ്മൾ ജീവിതത്തിൽ എവിടെ പോയാലും നമുക്ക് വേണ്ടതാണ് 3 നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഫുഡ് നമ്മൾ എപ്പോഴും പറയുന്നത് അമ്മ ഉണ്ടാക്കിയ ഫുഡാണ്. കാര്യം അമ്മയുടെ മുലപ്പാൽ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ അമ്മയുടെ ഉണ്ടാക്കുന്ന ഫുഡാണ്. എവിടെ പോയാലും തിരിച്ച് എപ്പോഴെങ്കിലും അമ്മയുടെ അടുത്ത് വരുന്ന അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനാണ്. ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്താണ്? അമ്മയിൽ നിന്നത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇത് പഠിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു യൂണിവേഴ്സിറ്റി പോയാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അമ്മയുടെ അടുത്ത് പോയി പഠിക്കണം. ഇത് ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്തൊരു അസൈൻമെൻ്റ് ആയിരുന്നു. പല അസൈൻമെൻറ്റ്സിലൊന്ന് ഈ കഴിഞ്ഞ ഡിസംബർ 31 അവരുടെ ടാർഗറ്റ്സ്. വോണ്ട് ബിലീവ് എവറി സ്റ്റുഡൻറ്റ് കുട്ടികൾ, ഞങ്ങളുടെ എല്ലാ എംപ്ലോയീസിൻ്റെയും കുട്ടികൾ 25 ഡിഷ് അമ്മമാരോടൊപ്പം അടുക്കളയിൽ നിന്ന് അത് പഠിച്ച് അമ്മമാരാണ് സർട്ടിഫൈ ചെയ്ത് തന്നത്. ഇത് അമ്മമാർക്ക് മാത്രമേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഇത് നിങ്ങളുടെ സ്ഥാപനത്തിൽ നാളെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഓരോ എംപ്ലോയീസും ഈ എഫിഷ്യൻ്റ് ആവാതിരിക്കുന്നതിൻ്റെ ഒരു റീസൺ അവർക്ക് കിട്ടുന്ന പ്രഷറാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയ CJ റോയ്ക്ക് പറ്റിയേക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന പ്രഷറിൽ നിന്ന് വന്നേക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിച്ചത്. അതുപോലെയാണ് ഓരോ എംപ്ലോയിയുടെ ഉള്ളിലും പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു മെയിൻ കാര്യമാണ് കുട്ടികളും പേരൻസും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് അകന്നകന്ന് പോകുന്ന ഒരു കാര്യം. ഇതിൽ ഒരു സ്ഥാപനവും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ എംപ്ലോയി എന്തോ ആവുന്നു, അവരുടെ ഫാമിലി എന്തോ ആവുന്നു എന്ന് നിങ്ങൾ നോക്കുന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ ബിൽഡപ്പ് ചെയ്യുന്ന സ്ട്രെസ്സുമായിട്ട് ഓഫീസിൽ വരുന്ന ഒരു എംപ്ലോയിക്ക് ഒരിക്കലും നിങ്ങൾക്ക് നല്ല ഒരു പ്രോഡക്റ്റോ നല്ല സർവീസോ തരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അവിടെയാണ് നിങ്ങൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് മാറ്റുക. ഇന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിലെ
പേരൻസും കുട്ടികളും തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരികയാണ്. ഞങ്ങൾക്കറിയാം അവരുടെ അക്കാഡമിക്സിലെങ്ങും അവരുടെ ഒരു സിലബസിലും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ പോയിട്ട് അത് കുറച്ച് കൊണ്ടുവന്ന് അവരെ ഹാപ്പിയാക്കി നിർത്തുക, നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ആക്കുക. അവരുടെ ഓരോ ദിവസവും നന്നാക്കി കൊണ്ടുവരുമ്പോൾ അവരിൽ നിന്ന് നല്ല ഔട്ട്പുട്ട് കിട്ടും. അത് എൻഡ് ഓഫ് ദി ഡേ സ്ഥാപനത്തിൻ്റെ ഏറ്റവും മികച്ച ഔട്ട്പുട്ടിലേക്ക് പോകും. അങ്ങനെയാണ് നാളെ നിങ്ങളുടെ സ്ഥാപനം ഏറ്റവും മികച്ചതായിട്ട് മാറണമെങ്കിൽ ഏത് മേഖലയായിക്കോട്ടെ നിങ്ങളുടെ എഫിഷ്യൻസി കൂട്ടുവാൻ വേണ്ടി ഇതുപോലുള്ള 200ഓളം പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ 200ഓളം പാരാമീറ്റേഴ്സിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇത് നാളെ മുതൽ നിങ്ങൾ കുറച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട. ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞ 2-3 കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക, അത് ഒരുപാട് കാര്യങ്ങളിലേക്ക് മാറ്റം വരുത്തും. ആദ്യം മനസ്സിലാക്കുക, നിങ്ങളുടെ എംപ്ലോയീസിൽ ഓരോരുത്തരും നിങ്ങളുടെ പാർട്ട്ണറാണെന്നുള്ള ചിന്ത ആദ്യം തലയിൽ കയറ്റുക, അവരെ ചേർത്ത് പിടിക്കുക. ഓരോ എംപ്ലോയിയും നിങ്ങളെ വിട്ടുപോയാൽ വേറൊരാളെ എനിക്ക് കിട്ടുമെന്നുള്ള ആ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 25ഓളം HR ഫീച്ചേഴ്സിൽ 25ഓളം യുണീക്ക് ഫീച്ചേഴ്സ് ഉള്ളൊരു സ്ഥാപനമാണ്. ഓരോ വർഷവും ഞങ്ങൾ യുണീക്ക് ഫീച്ചർ കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ 50% പ്രോഫിറ്റും എംപ്ലോയീസിനുള്ളതാണ്, ഷെയർസ് എംപ്ലോയീസിനുള്ളതാണ്. ഓരോ എംപ്ലോയിക്കും പ്രൈവറ്റ് സെക്ടറിൽ റിട്ടയർമെൻറ്റ് പ്രൊവിഷൻ കൊടുക്കുന്ന ഏക സ്ഥാപനമാണ്. സ്പൗസസിന് സാലറി കൊടുക്കുന്ന സ്ഥാപനമാണ്. അച്ഛനും അമ്മയ്ക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഗ്രാൻഡ് പേരൻസിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൊടുക്കുന്നത് അവർ നമ്മളോട് ചേർന്ന് നിന്ന് നമ്മളെപ്പോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ഭാഗമാകുമ്പോൾ, നമ്മുടെ പാർട്ണറാകുമ്പോൾ ഓരോ എംപ്ലോയിയും 50-50 നിങ്ങൾ കാണുക. അല്ലാതെ നിങ്ങളുണ്ടാക്കുന്നതിൽ 90% നിങ്ങളുടെ പോക്കറ്റിലേക്കും 10% എംപ്ലോയിക്ക് കൊടുത്താൽ മതി, അവൻ എൻ്റെ സ്ലേവ് ആണെന്നുള്ള ആ ചിന്ത മാറ്റുന്നിടത്തു നിന്നാണ് നിങ്ങളുടെ വളർച്ചയുടെ ആദ്യത്തെ പടവ് കയറുന്നത്. ഇതാണ് എനിക്കിതേ പറയാനുള്ളൂ. അല്ലാതെ ഞാനിതൊരു മാനേജ്മെൻറ്റ് സ്കൂളിൽ പോയി പഠിച്ചതല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ഇന്ന് ഈ ഒരു ചടങ്ങിലേക്ക് വിളിച്ചതിൽ ഒരുപാട് നന്ദി. ഇനി എപ്പോഴെങ്കിലും കാണുമ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ എഫിസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോസ് ഉണ്ട്, ഞങ്ങളെ സമീപിക്കാതെ. ഐ ആം മോർ ദാൻ ഹാപ്പി എനിക്ക് കിട്ടിയ അനുഭവങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒരിക്കൽ കൂടി ഇതിൽ വിളിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ബാക്കി. താങ്ക് യു സോ മച്ച് സർ.